അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം അർഫർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പേപ്പർ 1. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നാം ഈ വീഡിയോയിൽ നോക്കുന്നത് 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഇബാദത്തുകൾ സമ്പൂർണ്ണമാവാൻ ആവശ്യമാണ്. ഓപ്ഷൻസ്: റിയാ, ഷിർക്ക്, ഇഖ്ലാസ്. ചരിത്രം ഇഖ്ലാസ്. 2. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വംശം. ഓപ്ഷൻസ്: ബനു തൈം, ബനു അദിയ്, ബനു ഉമയ്യ. ചരിത്രം ബനു തൈം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ. ഓപ്ഷൻസ്: സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു, അലി ബിനു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചരിത്രം സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. 4. വിശ്രമം എന്നതിൻ്റെ അറബി. ഓപ്ഷൻസ്: ഉർത്തല, ആഇല, ഇസ്തിറാഹ. ചരിത്രം ഇസ്തിറാഹ. 5. ഇരുണ്ട കാലമെന്ന് ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത്. ഓപ്ഷൻസ്: 6-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട്. ചരിത്രം 6-ാം നൂറ്റാണ്ട്. 6. അൽ ബഖാ എന്നതിൻ്റെ അർത്ഥം. ഓപ്ഷൻസ്: നശിച്ചു പോവുക, അന്ത്യമില്ലാതിരിക്കുക, അനാദിനായിരിക്കുക. ചരിത്രം അന്ത്യമില്ലാതിരിക്കുക. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചെടുക്കുക. 7. അൽ ഖിയാമു ബിൻ നഫ്സ്. 8. അൽ വഹദാനിയ്യ. 9. കൗനുഹു മുരീദ. 10. കൗനുഹു മുതകല്ലിമ. 11. കൗനുഹു സമീഅ. ഇപ്പുറത്ത് നോക്കൂ. എ അത്തഅദ്ദുദ്. ബി അൽ ഇഖ്തിയാജ്. സി കൗനുഹു അബുകം. ഡി കൗനുഹു അസമ്മ. ഇ കൗനുഹു കാരിഹ. വലതുഭാഗത്ത് അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്ത് അല്ലാഹു തആലയുടെ മുസ്തഹീലായ സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, വാജിബിൻ്റെ വിപരീതമാണ് മുസ്തഹീൽ. അപ്പോൾ നമുക്ക് ഓരോന്നും ചേർക്കാം. 7. അൽ ഖിയാമു ബിൻ നഫ്സ്. അതിൻ്റെ വിപരീതം ഏതാണ്? ബി അൽ ഇഖ്തിയാജ്. 8. അൽ വഹദാനിയ്യ. ഇതിൻ്റെ വിപരീതം ഓപ്ഷൻ എ അത്തഅദ്ദുദ്. 9. കൗനുഹു മുരീദ. അതിൻ്റെ വിപരീതം ഓപ്ഷൻ ഇ കൗനുഹു കാരിഹ. 10. കൗനുഹു മുതകല്ലിമ. അതിന് ശരിയായത് ഓപ്ഷൻ സി കൗനുഹു അബുകം. 11. കൗനുഹു സമീഅ. അതിന് ശരിയായത് ഓപ്ഷൻ ഡി കൗനുഹു അസമ്മ. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 12. വഖ്നഅ ബിതർകി ഡാഷ് വൽ ഫാഖിർ മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. ആവരിൽ പൂരിപ്പിക്കേണ്ടത് അൽ മുസ്തഹ. വഖ്നഅ ബിതർകിൽ മുസ്തഹ വൽ ഫാഖിർ മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. 13. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഡാഷ് ആണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് 6-ാമത്തേത്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ്. 14. നാവിനെയും ഡാഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഫർജിനെ. നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. 15. ഇന്നല്ലാഹ ലാ യൻളുർ ഇലാ ഡാഷ് വലാ ഇലാ സുവരിക്കും. ആവരിൽ പൂരിപ്പിക്കേണ്ടത് അജ്സാമിക്കും. ഇന്നല്ലാഹ ലാ യൻളുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. 16. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷ് റളിയല്ലാഹു അൻഹുവാണ് അടിത്തറ പാകിയത്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ്. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അടിത്തറ പാകിയത്. 17. പരിശുദ്ധ മക്ക ഡാഷ് വർഷത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഹിജ്റയുടെ 8-ാം. പരിശുദ്ധ മക്ക ഹിജ്റയുടെ 8-ാം വർഷത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക. 18. ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാട് വിട്ട മഹാൻ. ഉത്തരം ഇബ്രാഹിം ബിനു അദ്ഹം റളിയല്ലാഹു അൻഹു. 19. അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകളിൽ
ഒമ്പതാമത്തേത് ഏത്? ഉത്തരം അൽ ഇൽമ്. 20. ദുൽകില എന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം സംരക്ഷകൻ. 21. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം ഉസാമ റളിയല്ലാഹു അൻഹു. 22. സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തിയ ഇമാം? ഉത്തരം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 23. ഖുലഫാ ഉർ റാഷിദൂനയുടെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം 30 വർഷം. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. മുഅ്മിൻ ആരാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലും അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനുമാണ് മുഅ്മിൻ. 25. വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം? ഉത്തരം വേതനം ഹലാലാകാൻ തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യണം. 26. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് സാരമെഴുതുക. ഉത്തരം ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നിയ്യത്ത് പരിഗണിച്ചാണ്. അടുത്തത് 27. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചത്. 28. മൽ ഇഖ്ലാസ് ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. 29. അറബിയാക്കുക ജ്യേഷ്ഠനിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഉത്തരം ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. 30. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 2 കാര്യങ്ങൾ എഴുതുക. ഉത്തരം സിരകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് നാമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നമ്മുടെ നിയന്ത്രണത്തിലല്ല. 31. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസു മുഹ്ലിക്കാത്ത് 2 എഴുതുക. ഉത്തരം ദേഹേച്ഛയ പിന്തുടരൽ, പിശുക്കിനെ അനുസരിക്കൽ തുടങ്ങിയവ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ഖദറിലുള്ള വിശ്വാസം. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതാണ്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. ഖൈർ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. 33. അൽ ഖുലഫാ ഉർ റാഷിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് അൽ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതാണ്. അത് 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനീ കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആധാരത്തിലോ അണു അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.